ഹലോ ഗൈസ്, അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നു പറഞ്ഞിട്ട് കുറേ നാളായി ലേറ്റാക്കി വെക്കുന്നത്. ഇതാണ് കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വെച്ചിട്ട് ആദ്യത്തെ കല്യാണമാണ്. അതായത് രേഷേട്ടന് 4 ഏട്ടന്മാരാണ്. അതിലേറ്റവും മൂത്താളെ മോളാണ് അമ്മുവിൻ്റെ കല്യാണമാണ്. നമുക്ക് കല്യാണമല്ല, ശരിക്കും പറഞ്ഞ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. തലേ ദിവസത്തെ വീഡിയോയും കല്യാണത്തിൻ്റെ വീഡിയോ ഒരുമിച്ച് ഞാൻ ഇട്ടിനി. ഇത് തലേ ദിവസത്തെ ഔട്ട്ഫിറ്റാണ്. എടുത്തുമ്പോൾ ഞാനും സയാമീസ് ഇരട്ടകളാവാൻ നോക്കിയതാണ്. രൂപം കൊണ്ടല്ലെങ്കിലും വസ്ത്രങ്ങളെല്ലാം കൊണ്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് വീഡിയോ കവർ ചെയ്യാൻ പറ്റി. കുറേ ബന്ധുക്കളെ കാണാൻ പറ്റി. ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് സാറിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് പോയി കേട്ടോ. ഇതിൽ നിന്ന് കുറേ വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്ന് തിരക്കിന് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഗോബോസാണ് വീഡിയോ എടുക്കൽ. ഗോബോസിനും സമയം ഉണ്ടായിട്ടില്ല, അവൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കുട്ടികളെ കൊണ്ട് ബാക്കി ചെറിയവരെ കൊണ്ട് എടുപ്പിക്കാൻ കഴിയില്ല. ചിലപ്പോൾ തലയുണ്ടാവും, ഉടലുണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥ കേട്ടോ. ഇപ്പോൾ കണ്ടത് നമ്മളെ ഈ ഫാമിലിയിലെ കുട്ടികളാണ്. അതായത് രേഷേട്ടൻ്റെ ഫാമിലിയിലെ കുട്ടികൾ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു തലേ ദിവസം ഉണ്ടായത്. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. അവിടെ വന്നിരിക്കുന്ന സമയത്താണ് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായത്. അടുത്തമ്മരെ ഫാമിലിയിൽപ്പെട്ടവരാണ് കേട്ടോ അതിലുള്ളത്. അത് നമ്മളെ അമ്മും കൂടി കുഞ്ഞാറ്റയും കൂടി ഉണ്ട് കേട്ടോ. അമ്മൂന്നേ വരുന്നില്ല, കുഞ്ഞാറ്റയും കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഇവിടുത്തെ ഫാമിലി, അതായത് രേഷേട്ടൻ്റെ ഫാമിലിയിൽ ഇന്നൂസ്, കുഞ്ഞാറ്റ, ഗോപിക അവരെല്ലാം അടങ്ങിയൊരു ഡാൻസാണ്. അപ്പോൾ ഇന്നൂസിൻ്റെ പ്രാക്ടീസ് വളരെ കുറവാട്ടോ. അവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇന്നൂസ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഗുണ്ടൽപേട്ടിൽ ടൂറ് പോയിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം വന്നിന്. ഈ രാത്രിക്കുള്ള ഫംഗ്ഷൻ്റെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ടൂർ കഴിഞ്ഞ് വന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി അർമാദിച്ചു. ശരിക്കും പറഞ്ഞാൽ തുള്ളാത്തവരും തുള്ളിപ്പോകുമെന്ന് പറയുന്ന അവസ്ഥയാണ്. എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് കളിച്ചു. അവസാനം പുലി കളി വരെ കണ്ടു. ഈ ചെറിയ പുലി എൻ്റെ നീവൂട്ടനാണ്. നീവൂട്ടൻ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഗോബോസും എല്ലാവരും എടുത്ത് പറയാൻ കഴിയില്ല. എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ഡാൻസ് കളിച്ചു. ആരായാലും ഒന്ന് ഷോൾഡർ വരെ കുലുങ്ങിപ്പോവും. അങ്ങനെയാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു. പിന്നെ മെഹന്തി കല്യാണപ്പെണ്ണിന് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മളിട്ടിട്ടില്ല. അങ്ങനെ മെഹന്തി ഇടാൻ അവിടെ ഇരുന്നാണ്. അങ്ങനെ ആദ്യം പറഞ്ഞു ഇനി നമുക്ക് രാവിലെ എണീറ്റ് തല കഴുകാൻ കഴിയില്ല. അങ്ങനെ രാത്രിക്ക് 1:30 രാത്രിക്ക് നമ്മൾ തല കഴുകിയത്. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നു. അങ്ങനെ ട്രാവലറിൽ ആടത്തിമ്മരെ വീട്ടിൽ നിന്ന് അത്രയും ദൂരമില്ല കേട്ടോ, ഓഡിറ്റോറിയത്തിലേക്ക് അവിടെ എത്തി. ഇതാണ് കേട്ടോ നമ്മളെ ഔട്ട്ഫിറ്റ്. സാധുവിനും ഇവാനിക്കും ഏകദേശം ഒരേ ഡ്രസ്സാണ്. അവർക്കൊരു കളർ ചേഞ്ച് പോലും ഇല്ല, സെയിം ഡ്രസ്സാണ്, വലിപ്പത്തിലുള്ള വ്യത്യാസം. ഗോബോസിന് കുറച്ച് ഡിഫറെൻ്റാണ്. ഞാനും എടുത്തുമ്പോൾ സാരിയിൽ കളർ ചേഞ്ചാണെന്നുള്ളത് ഏകദേശം ഒരേപോലെ നോക്കിയെടുത്തിന്. നിവിക്കും രേഷേട്ടൻ്റെ ഷർട്ടും ഏകദേശം ഒരേ കളറാണ്. ഏകദേശം അല്ല, ഒരേ കളറാണ്. അങ്ങനെ കല്യാണ ചെക്കനെത്തി. അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എത്തി, കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളവിടെ കല്യാണ മണ്ഡപത്തിൽ കയറി നിന്നിട്ടില്ല. കാരണം വെച്ചാൽ നിന്ന് കഴിഞ്ഞാൽ കാണില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തായിരുന്നിന്. ഞാനും പൂർണിമയും പുറത്ത് പോയിട്ട് ഫ്രണ്ട് സീറ്റിലിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും വന്നിരുന്നു. അടുത്തമ്മേരെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ലോകമൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്ഷണിച്ച കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ വർത്താനമൊക്കെ പറഞ്ഞു. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് തീരെ സമയം കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ കവർ ചെയ്തിരുന്നു കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നേരെ അമ്മൂനെ തിരിച്ച് നമ്മൾ കൊണ്ടാക്കാൻ പോകണം ചെക്കൻ്റെ വീട്ടിൽ. അങ്ങനെ ഞാൻ രേഷേട്ടനും വ്യൂ ഉണ്ടായിരുന്നു, ഇവാനിയും ഉണ്ടായിരുന്നു, പൂർണ്ണിമ അടുത്തമ്മ 2 പിള്ളേരും, പിന്നെ ശ്രീനേട്ടനും സിന്ധു അടുത്തമ്മയും കുഞ്ഞാറ്റയും. ഇങ്ങനെ നമ്മളെ ഫാമിലിയിൽ നിന്ന് അത്ര വന്നത്. ഇത് നിവി ബസ്സിൽ വെച്ച് കാണിച്ച ഡാൻസ് ആട്ടോ. അങ്ങനെ കുറേ മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി. അവിടെ ഇരുന്നു. നല്ല സൽക്കാരമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ, സീ യു.